Hello. Welcome to Market Discussion. Today, 17th of April 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്നത്തെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ചുള്ള ഇന്ന് എന്തൊക്കെ ന്യൂസ് വരാനുണ്ട്, അടുത്ത ആഴ്ച നമ്മൾ എന്തൊക്കെ നോക്കണം, ഇന്നലെ വന്നിട്ടുള്ള ന്യൂസ് എന്തൊക്കെയായിരുന്നു, പൊളിറ്റിക്കലായിട്ടുള്ള വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി ഇത് രണ്ടും സെയിം വീഡിയോയിലാണ് വരേണ്ടത്, പക്ഷേ ഇന്നലത്തെ പോലെ തന്നെ എനിക്ക് വീണ്ടും ഒരു ടെക്നിക്കൽ ഇഷ്യൂ സംഭവിച്ചത് കൊണ്ടിട്ട് ഞാനിത് രണ്ട് വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യണം. അപ്പം ഇതാണ് നിങ്ങൾ ആദ്യമേ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് തൊട്ട് മുന്നത്തെ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് ആയിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പോൾ JPY നമ്മൾ ഇന്നലെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 142 അവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ 141.50 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നും നമുക്ക് 142 അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയും നമുക്ക് എന്താ പറയുക 142 അടുത്ത് കിട്ടിയിട്ടുണ്ട്, 142 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു മെനഞ്ഞാന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 പിപ്പോളം, ഇന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 പിപ്പോളം കിട്ടിയിട്ടുണ്ട് പ്രോഫിറ്റ്. ഓക്കെ, സോ JPYയിൽ പറയുന്നത് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, JPY അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോഫിറ്റുകൾ തരുന്നുണ്ട്. പക്ഷേ 142 താഴെയായിട്ട് മാർക്കറ്റ് പോയാൽ 140 ഉറപ്പായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അവിടെ നിന്നൊരു ഷോർട്ട് ടേം ട്രേഡ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ലോങ്ങർ ടേമിൽ നമ്മൾ നോക്കുമ്പോൾ 140 താഴെയായിട്ട് മാർക്കറ്റ് പോയാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ 120 വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, രണ്ടാമത് നമ്മളുടെ യൂറോയിലോട്ട് നമ്മൾ പോകുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3794 ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.1400 അവിടുന്ന് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഓക്കെ, ഞാൻ പേഴ്സണലി ഞാനത് സെല്ല് ചെയ്തു. ഞാൻ ചെറിയൊരു എന്താ പറയുക ഒരു 40 പിപ്പിൻ്റെ പ്രോഫിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ചെറിയൊരു ട്രേഡ് എന്നുള്ള രീതിയിൽ ഞാൻ അപ്പം തന്നെ എടുത്ത് മാറി. കാരണം നമ്മൾ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ, ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ്. നല്ല ഓപ്പർച്യൂണിറ്റി എപ്പോഴും യൂറോയിൽ 1.100 മാർക്കറ്റ് കിട്ടുകയാണ് എങ്കിൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പം നമ്മൾ പണ്ട് മുതലേ പറയുന്നുണ്ട് 1.0100 മാർക്കറ്റ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോ ഒക്കെ മേടിച്ചിട്ട് ലോങ്ങർ ടേമിലോട്ട് മേടിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് തന്നെയാണ് ഇപ്പോഴും പറയാറുള്ളത്. ഇനി 1.100 ആ ഒരു ലെവലിൽ വരുമ്പോൾ 1.100 കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ബൈ ചെയ്ത് നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മുടെ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.32405 ഓക്കെ, ഇവിടുന്ന് നമുക്ക് എന്താണ് തീരുമാനം എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ റെസിസ്റ്റ് ചെയ്തല്ലോ 1.3300 എന്ന് പറയുന്ന റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിനെ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ഒരു സെല്ല് വേണമെങ്കിൽ നമുക്ക് റിസ്കി സെല്ല് ചെയ്യാം. അതേ നേരം നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ട്രേഡാണിത്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ട് ഇടണം. ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് മിനിമം ഒരു 50 to 60 പിപ്സ് എങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്കൊരു എന്താ പറയുക, നമുക്ക് അത്യാവശ്യം നല്ലൊരു മിനിമം ഒരു വേണമെങ്കിൽ ഒരു 1.3200 വരെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ള ഒരു കാര്യം. 1:2 റേഷ്യോയിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവാം. പക്ഷേ എന്നിരുന്നാലും ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത്രയും നേരം വെയിറ്റ് ചെയ്യത്തില്ല. ഞാൻ ചെറിയൊരു ഇതിനകത്ത് ഞാൻ പ്രോഫിറ്റ് എടുത്ത് മാറും. ഞാൻ എടുത്താൽ ആ ട്രേഡ് എടുത്താൽ, മിക്കവാറും ട്രേഡ് എടുക്കത്തില്ല, പക്ഷേ ട്രേഡ് എടുത്താൽ ഉറപ്പായിട്ടും പ്രോഫിറ്റ് എടുത്ത് മാറും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് പോകുമ്പോൾ ഗോൾഡ് വീണ്ടും ഓൾ ടൈം ഹൈ പിടിച്ചു, 3321 നിൽക്കുന്നു. എന്താണ് എങ്ങോട്ടാണെന്ന് ഒരു പിടിയില്ല. ഒരുപാട് കാര്യങ്ങൾ വേൾഡിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ചൈന പല രാജ്യങ്ങളുമായിട്ടും എന്താ പറയുക ഈ താരിഫ് വരുമ്പോൾ സൗഹൃദത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ചൈനയും യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്പുമായിട്ട് ഈസി ആയിട്ടുള്ള ട്രേഡ് നടക്കാനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങൾ ഈവൻ എന്താ പറയുക നമ്മുടെ
അടുത്തുള്ള വിയറ്റ്നാം പോലത്തുള്ള രാജ്യങ്ങളിലൊക്കെ ചൈന അങ്ങനത്തുള്ള മീറ്റിംഗ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ, ഓവർ എ പോയിന്റ് ഓഫ് ടൈം 3 മാസം ഡൊണാൾഡ് ട്രംപ് വെറുതെ ചോദിച്ചതായിരിക്കും അല്ല. അപ്പോൾ 3 മാസത്തിൻ്റെ അകത്ത് വെച്ച് ആരൊക്കെയാണ് ചൈനയായിട്ട് വിനിമയം നടത്തുന്നത്, അവർക്ക് ഇനി ഡൊണാൾഡ് ട്രംപ് 100% 100% താരിഫ് വെച്ചാലോ അറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വെക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെ വെച്ചാൽ അൺസർട്ടനിറ്റിയാണ്. ഓക്കെ, ഈ അൺസർട്ടനിറ്റി എല്ലാം പോയി ചെല്ലുന്നത് നേരെ ഗോൾഡിലാണ്. അത് മാത്രമല്ല, നമ്മളുടെ സ്റ്റോക്കുകൾ, ഓക്കെ, US സ്റ്റോക്കുകൾ ഒക്കെ എന്താ പറയുക, താഴോട്ട് പോവാണ് അല്ലേ. അതിനകത്തു നിന്ന് ആൾക്കാർ പൈസ ഇതിനകത്തോട്ട് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ക്രിപ്റ്റോയിൽ വരുന്ന പൈസ, ക്രിപ്റ്റോ ലീഗലൈസ്ഡ് ആക്കാൻ പോകുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് ബോഡി, ഒരു ലീഗൽ ബോഡി അതിനകത്ത് ഉണ്ടാവും എന്നുള്ളൊരു കാര്യങ്ങൾ. അപ്പം അതിനകത്ത് ക്രിപ്റ്റോ എന്ന പൈസ നേരെ ഗോൾഡിലോട്ട് പോകും. ഓക്കെ, US ബോണ്ടുകളിലെ പൈസ ഗോൾഡിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടാണ് ഗോൾഡ് ഇത്രയും റേറ്റ് കൂടി പോകുന്നത്. ഗോൾഡിൻ്റെ യഥാർത്ഥ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോട്ട് ഓഫ് ഗോൾഡിന് വെറും $800 $900 ഉള്ളൂ. അതാണ് ഇപ്പം 3323 കിടക്കുന്നത്. സോ തിങ്ക് ചെയ്യുക, അന്ന് ആലോചിച്ച് നോക്കേ, ഇത് ഗോൾഡിൻ്റെ മാനുഫാക്ചറിങ് ചാർജ് കൂടിയെന്നുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പൈസ കൂടുന്നത്. അല്ല, ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഗോൾഡിൻ്റെ റേറ്റ് വന്നിട്ട് $1600 ആയിരുന്നു. അപ്പോൾ അതാണ് ഇത്രയും കൂടിയത്. അപ്പോൾ ഗോൾഡ് ഇനിയും മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗോൾഡിൽ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യുക. ചാർട്ടിൻ്റെ മിഡിലെടുത്ത് കയറാതിരിക്കുക. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. 3280 ഒക്കെ കിട്ടിയാൽ വേണമെങ്കിൽ നമുക്കൊരു ബൈ എടുത്തുകൊണ്ട് ചാൻസ് എടുത്ത് പോവാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട്. ഓക്കെ, 3270 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ട്. അത്രയൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനായിട്ടില്ല എന്നാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ ഫുള്ളായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കുക. ബാക്കി നമ്മൾ പയ്യെ നമ്മൾ GBP യൂറോയും ഒക്കെ ട്രേഡ് ചെയ്ത് പോവുക. ഞാൻ നല്ലൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു സമയത്തൊക്കെ ഇത്രയും അൺസർട്ടൺ സിറ്റുവേഷനിൽ നിങ്ങൾ എത്രയാണോ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ലോട്ട്, ഓക്കെ, ലോട്ട് സൈസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം ഗോൾഡിൽ 0.1 ലോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു $5000 ക്യാപിറ്റലുണ്ട്. 0.1 ലോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 0.3 ലോട്ട് നിങ്ങൾക്ക് GBPയിലും യൂറോയിലും ചെയ്യാം. ഓക്കെ, അങ്ങനെ ഗോൾഡിൽ നിങ്ങൾ ചിലപ്പം നിങ്ങളൊരു $15 മൂവ്മെൻ്റ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അങ്ങനെ $15 മൂവ്മെൻ്റ് എടുത്താൽ നിങ്ങളുടെ പ്രോഫിറ്റ് 0.1 ലോട്ടിൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പം എത്രയായിരിക്കും? $180 ആയിരിക്കും പ്രോഫിറ്റ് അല്ലേ. നേരെ മറിച്ച് നമ്മൾ GBPയിലോ യൂറോയിലോ 0.3 ലോട്ട് എടുത്താൽ വെറും $5 മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൈസ കിട്ടും. പൈസ ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ പോലെ റിസ്ക് ഇല്ലാത്ത ഗോൾഡ് GBPയിലും യൂറോയിലും ട്രേഡ് ചെയ്ത് നോക്കൂ. ഇത് പറക്കുന്ന പക്ഷിയെ പിടിക്കുന്നത് പോലെയാണ് ആക്ച്വലി ഈ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ നമ്മളിപ്പം മാർക്കറ്റ് ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെ നല്ല രീതിയിലൊരു മാറ്റം ഉണ്ടായി ഗോൾഡിൽ. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷൻ തുടങ്ങിയതിന് ശേഷം ഓൾമോസ്റ്റ് മാർക്കറ്റ് 16 നിന്ന് ഓൾമോസ്റ്റ് $8 വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പണ്ടൊക്കെ കൊറോണയ്ക്കൊക്കെ മുന്നേ ആയിട്ട് മാർക്കറ്റിൻ്റെ ഡെയിലി മൂവ്മെൻ്റ് ആണ് $10 to $15. ഇതിപ്പോൾ 1 അവറിൻ്റെ മൂവ്മെൻ്റ് ആണ് $10 to $15. ഓക്കെ, സോ അതൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ ചെറിയ ക്യാൻഡിലാണ്. ഇതിൽ ചെറിയ ക്യാൻഡിൽ ഇപ്പോൾ ഒറ്റ ഡോളർ ഇത് 55 to 23, ഓൾമോസ്റ്റ് ഒരു 10 എന്താ പറയുക $40 ഒറ്റ ക്യാൻഡിൽ 1 അവർ ക്യാൻഡിലൊക്കെ മൂവ് ചെയ്യുന്നു. സോ അത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പറക്കുന്ന പക്ഷിയെ പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെയൊക്കെ 3355 ബൈ ചെയ്തതിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഭയങ്കര വൃത്തിയായിട്ട അവസ്ഥയല്ലേ. സോ ഇതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, പറക്കുന്ന പക്ഷിയെ പിടിക്കാതിരിക്കുക. മാർക്കറ്റ് താഴെ വരുമ്പം റീട്രേസ് ചെയ്യുന്ന സമയത്ത് ട്രേഡ് എടുക്കുക. ഓക്കെ, പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട്. ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ എനിക്ക് മെയിനായിട്ടും പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ നാളെ മാർക്കറ്റ് ഡിസ്കഷൻ ഉണ്ടാവില്ല. മാർക്കറ്റ് അവധിയായിരിക്കും. എന്താ പറയുക, ഗുഡ് ഫ്രൈഡേ ആണ്. അതിനുശേഷം ഈസ്റ്ററാണ് തിങ്കളാഴ്ച. സോ ഹാപ്പി ഈസ്റ്റർ ആഘോഷിക്കുക. മാർക്കറ്റ് നാളെയും തിങ്കളാഴ്ചയൊക്കെ മാറി നിൽക്കുക. ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് ചൊവ്വാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.